പ്രിയമുള്ളവരെ, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. സദസ്സിലും വേദിയിലൊക്കെ അതുകൊണ്ട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, സമയക്കുറവുണ്ടാവും. എന്തായാലും ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം പുസ്തക പരിചയമാണ്. പുസ്തകം കയ്യിലില്ല, ഇന്നലെ കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് പുസ്തകം കാണുന്നതും വായിക്കുന്നതും. പക്ഷേ അവതാരിക എഴുതാൻ വേണ്ടി കുറച്ച് കവിതകൾ എനിക്ക് പ്രിയങ്ക അയച്ചു തരികയും അതിൻ്റെ ഓർമ്മ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഈ മൊബൈലിലൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പം ഞാൻ അങ്ങനെ എന്താ പറഞ്ഞാൽ ഓർത്തിട്ടൊന്നും കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ ഓടിച്ച് വായിച്ച് 50 കവിത എങ്ങനെ പറയും, 50 കവികൾ 50 കവിതകളാണ് ഉള്ളത്. അപ്പം ഞാനത് വളരെ വായിക്കാൻ സുഗമമുണ്ട് എല്ലാ കവിതയും. അതുകൊണ്ട് ഒരു വാക്ക് പോലും അറിയാത്തില്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഓടിച്ച് ഞാൻ വായിച്ചപ്പോഴും പറയാനെളുപ്പമെന്നാണ് തോന്നിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ അവതാരിക വായിച്ചാൽ മതിയോന്ന് കരുതി. അത് വേണ്ട, അവതാരിക ഇനി എന്തായാലും അതിലുണ്ടല്ലോ, അത് പുസ്തകത്തിൽ വായിച്ചാൽ മതി. അപ്പം ഞാൻ പറയേണ്ട കാര്യം ഉണ്ട്. എങ്കിൽ പോലും ഞാൻ ഈ പുസ്തകം ആദ്യമായിട്ട് കാണുമ്പോൾ എൻ്റെ മുഖ ചിത്രം, അതായത് എൻ്റെ കവർ നോക്കിയത്, ഈ കവർ നോക്കിയപ്പോൾ ഈ പാലക്കാടൻ ഗ്രാമമാണല്ലോ, ഒരു പനകളൊക്കെ ഉണ്ടല്ലേ. അപ്പം നമ്മുടെ ഓർമ്മകളൊക്കെ ഖസാക്കിലേക്ക് പോലും ഖസാക്കിൻ ഇതിഹാസത്തിലെ ആ പാലക്കാടൻ ചുരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ ഖസാക്കിൻ ഇതിഹാസം എന്ന് പറയുന്നൊരു കാവ്യമാണ്, അതിനൊരു നോവൽ എന്ന് പറയാൻ പറ്റില്ല. ആ കാവ്യത്തിൽ ഒരുപാട് മഴകളെ കുറിച്ചുണ്ട്. മഴ പെയ്യുകയാണ്, മഴ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കവിതകളാണ്. അപ്പം അതിൽ കാലവർഷം ഖസാക്കിന് സമാധി കൊണ്ടുവന്നു. അപ്പം ഞാൻ ഇതിൻ്റെ മല കണ്ടപ്പോഴാണ് ഈ സമാധി കൊണ്ടുവന്ന ഖസാക്കിൻ്റെ ചിത്രം നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഈ പുസ്തകം ചട്ട തന്നെ മനോഹരമായ ഒരു കവിത തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആര് വരച്ചെന്നറിയില്ല. എന്തായാലും മാത്രമല്ല ഇവിടെ ഇത് നിർമ്മിതി നല്ലതാണ്, എല്ലാ പ്രിന്റിങ്ങൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ വായിച്ചപ്പോൾ ഈ കവിതകളൊക്കെ ഓടിച്ച് വായിച്ചപ്പോൾ ഈ പ്രണയം, ഒരുപാട് പ്രണയമുണ്ട്. ഒരു 50 40 പ്രളയമായിട്ടുള്ള ഒരാലോചനയും ഒരു യാത്രയാണ്. ചിലതൊക്കെ ഭൂതകാലത്തിലേക്കുള്ള എന്താ പറയുക, കവിത ഭൂതകാലത്തിലേക്കുള്ള വിനോദയാത്ര പോലെ ചിലതൊക്കെ ഉണ്ട്. എങ്കിലും ഇതിൽ അതിൻ്റെ അപ്പം ഞാൻ നോക്കണ ഈ പ്രണയം എന്ന് പറയുമ്പോൾ ഞാൻ ചങ്ങമ്പുഴ ബാക്കിലുണ്ട്, ആ പ്രണയത്തിൻ്റെ ആളാണ്. അപ്പം ഞാൻ അതാലോചിക്കും, പ്രണയം എങ്ങനെയാണ്. അന്യോന്യം നമ്മുടെ മനസ്സങ്ങൾ ഒന്നിച്ചു ചേർന്നു ലയിച്ചു പോയി, കുറ്റപ്പെടുത്തുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്കിതിൽ എന്തു കാര്യം. അത് പ്രണയത്തിന് ആർക്കും മറ്റുള്ള കാര്യം നമുക്കല്ല. പ്രണയം സ്വകാര്യമാണ് അല്ലേ. സ്വകാര്യത്തിൽ നമ്മൾ പ്രണയിക്കുമ്പോൾ ആർക്കാണ് മറ്റുള്ള എന്ത് കാര്യമുണ്ടോ എന്നുള്ള ചന്ദ്രികയുടെ അല്ലെങ്കിൽ രമണന്റെ ഓർമ്മകളൊക്കെ നമുക്കിവിടെ ഇതിലുണ്ട്, ഈ ഭൂഗോളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കവിത ഈ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഈ ഹോളിൻ്റെ പേര് ചങ്ങമ്പുഴ ആണ്. ഒരു അർത്ഥവത്തായിട്ടുള്ളൊരു സംഭവമാണ് തോന്നിയിരിക്കുന്നത്. എന്തായാലും മഞ്ചരി എന്ന പേരും മഞ്ചരി ഇതിൽ വൃത്തത്തിലുള്ള കവിതയുണ്ട്, അല്ലാത്തതും പറച്ചിലും പാട്ടുമുണ്ട്. അപ്പോൾ ഈ വൃത്തം ഇത് കാണുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഒരുപാട് വൃത്തം അലങ്കാരം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. പിന്നെ എഴുതുമ്പോൾ ഈ വൃത്തം അറിയണമെന്നില്ല, ഒരു താളം അതുകൊണ്ട് വരും അല്ലേ. അപ്പം ഞാൻ എന്താ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ ഇത് മഞ്ചരിയാണോ അതൊന്നും അറിയേണ്ട കാര്യമില്ല. അത് എഴുതാൻ ചിലപ്പം അതായിരിക്കും അല്ലേ. അതെ, ശതകാവലി വൃത്തത്തിൽ 2ാം അന്ത്യമാർ 2 അക്ഷരം കുറഞ്ഞില്ല, അത് മഞ്ചരി എഴുതുന്നു. ഇതൊക്കെ അന്ന് പഠിച്ചു. പിന്നെ നമ്മൾ തിരിച്ചിങ്ങനെ വായിച്ചിട്ട് അപ്പോൾ അത് ഉപകാരപ്പെടും. കാണാപ്പടം പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് കവിതകൾ കാണാപ്പടം പഠിച്ചിട്ടാണ് നമുക്കതൊക്കെ വരുന്നത്. ആശാനായാലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് ഒരു കുറ്റം പറയാൻ പറ്റില്ല. ഇക്കാലത്ത് പാഠപുസ്തകത്തിലൊന്നും കുട്ടികൾ ക്ലാസ്സിലൊന്നും കവിത ഈ വൃത്തം പഠിച്ചിട്ടാന്ന് തോന്നുന്നില്ല അല്ലേ. ഇപ്പം ഇല്ല, പണ്ട് പഠിച്ചു. പക്ഷെ അതുകൊണ്ട് ഇതിലൊക്കെ ഓരോ കവിതകളും വായിക്കുമ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ മഞ്ചരി വൃത്തത്തിൽ നമ്മൾ പറയുമ്പോൾ കൃഷ്ണഗാഥ അല്ലേ. കൃഷ്ണഗാഥ മഞ്ചരിയാണ്. കലികറന്നങ്ങൾ പോയിട്ടു വേണം കൊല
കുഴൽ വീഴിയൻ മകനെന്ന് പറയില്ലേ? ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴൽ വിളിച്ച് നിൽക്കുമ്പോൾ കാലുകൾ കറക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? നീ എന്ന് നിർത്താൻ പാട്ട് ആ കോടം നിർത്താൻ പറഞ്ഞാണ് ഈ പാട്ട്. കാലിക കറന്നങ്ങൾ പോയിട്ടു വേണം നിൻ കോലക്കുഴൽ വീഴിയൻ മകനെ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ കവിത ഉണ്ടായി, എങ്ങനെ താളം ഉണ്ടായി? അപ്പൊ അതിന് കഥയും പറയണ്ടല്ലോ. എന്നുള്ള ആ പഴയകാല താളത്തിലേക്ക് നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് പിന്നെ ആദികവി എന്ന് പറയപ്പെടുന്ന വാൽമീകി വൃത്തം പഠിച്ചിട്ടില്ല അല്ലേ? അത് അത് മാനിഷ എന്ന് പറയുമ്പോൾ അത് വൃത്തം എന്താണ് കണ്ടുപിടിക്കും മറ്റുള്ളവരാണ്. അനുഷ്ടുപ്പാണ് വൃത്തം. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതായാലും ഞാൻ പെട്ടെന്ന് ഇനി അധികം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ ഇതിലെ ഒരുപാട് കവിതകൾ ഇവിടെ ഓടിച്ചു പോവാം. എന്തായാലും ഈ 50 കവിതകൾ കൂടി കടന്നു പോകാൻ പറ്റുന്നില്ല, ഒരുപാട് സമയം എടുക്കും അല്ലേ? നിർത്തണ്ടല്ലേ? അതല്ല, 2 മണിക്ക് അവസാനിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ പറയുന്നോറും സംഘടകർക്കാണ് അതിന് വിഷമമല്ലേ? അതുകൊണ്ട് ഒരുപാട് പ്രോഗ്രാം. അതുകൊണ്ട് ഞാൻ ഓടിച്ച് പറയല്ല, ഞാൻ ഇത് പുസ്തകം പരിചയപ്പെടുത്തുന്ന കർത്തവ്യങ്ങളുണ്ട്, വിട്ടുകളയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആരെയും വിട്ടുകളയില്ല, ആരെയും ആര് നല്ലതാണെന്ന് പറയില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ തുടക്കം തന്നെ ശൂന്യമായ മാവിൻ ചോടുണ്ട്. ആ മാവിൻ ചോട് ഒരു മടക്കയാത്രയുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് നൊസ്റ്റാൾജിയാണ് മാവിൻ ചോട്. അപ്പം അതിൽ തന്നെ എത്രയോ തവണ താൻ പുറത്തെടുത്തെന്ന് പറയുന്ന ആ ഒരു കവിത എഴുതിയത് EN നാരായണൻ. തടയണ എന്ന് പറയുന്ന ഒരു കവിത ദിലീപ് അല്ലേ? ഒരു പുഴയുണ്ടായിരുന്നു, നീണ്ടു നിവർന്നൊഴുകി, ഇരുകരകളെ തൊട്ടുണർത്തി ജീവനായി. അത് പറച്ചിലാണ്. പറച്ചിൽ വെറുതെ പറയാൻ പോരാ. ഈ കവിത എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പറച്ചിലോ താഴ്ന്നായിരിക്കണം. വെറുതെ ഒരു വയറ്റൊന്നും പറയാനില്ല, ഒരു യുദ്ധം ഉണ്ടാവും. കാരണം അതൊരു വ്യർത്ഥമുണ്ട്. മഞ്ചരി ആവണമെന്നില്ല, മഞ്ചരി വേറെ. അപ്പം നമ്മൾ പറയുമ്പോൾ ഒരുപാട് കവിതകൾ ശാന്തമാഷൊക്കെ എഴുതുമ്പോൾ പുറത്തില്ല എന്ന് പറയും, അത് പറയും. പക്ഷെ അത് എഴുതി കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന വേറെ ഒരുപാട് കവിത ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ നിശാസ്മൃതി മഞ്ഞു പെയ്യുന്ന മകരനിലാവിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിത. അപ്പം നമ്മൾ ഓർമ്മ വരുന്നത് ആ ഒരു രാത്രി ഓർമ്മ വരില്ലേ? അപ്പോൾ ഈ കവിത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, വായനക്കാരിലേക്ക് ഒരു ചിത്രം കൊണ്ടുവരുന്നുണ്ട്. എഴുതിയാളുടെ മനസ്സ് വാർത്ത വയ്ക്കുമ്പോൾ അത് എങ്ങനെ ചിത്രം വരിക? ഒരു കവിത 100 ആൾ വായിച്ചാൽ 100 തരത്തിൽ കാണേണ്ടത്. അതുകൊണ്ട് ആ കവി ഉദ്ദേശിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ കവിത നന്നാവണമെങ്കിൽ ഒരു കവിത 100 വായിക്കുമ്പോൾ നല്ലത്. അവിടെ എനിക്കും എന്ന് പ്രിയപ്പെട്ടവൾ സ്മൃതി വിശ്വംഭരൻ അല്ലേ? അവിടെ പ്രണയം വരുന്നല്ലേ? പ്രണയം സാക്ഷിയായി കൈമാറിയ ഹൃദയങ്ങൾ തിരിച്ചേൽപ്പിക്കുവാൻ നേരമായി കരഞ്ഞു വിങ്ങിയ കണ്ണിൽ നിന്ന് യാത്രാമൊഴിയുടെ തേങ്ങൽ. ഇവിടെ ഒരു വിരഹമൊക്കെ ഉണ്ട്. ഈ പ്രണയത്തിൽ നമ്മൾ മനസ്സിൽ കിടന്ന് തിങ്ങി വിങ്ങിയാണെന്നാണ് പറയുന്നത്. എല്ലാവരുടെ അനുഭവങ്ങളാണ് തന്നെയായിരിക്കും പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിക്കുമ്പോഴാണ് എൻ്റെ പ്രണയം എങ്ങനെയായിരുന്നു നമുക്ക് തോന്നേണ്ടി വരുന്നത്. ലത എന്ന് പറയുന്ന ഒരു കവിത മുഹമ്മദ് ആഷിഫുണ്ട്. അതിൽ തലതിരിഞ്ഞ ലോകത്ത് ലത എന്ന് തല തിരിഞ്ഞ ലതയായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു കവിതയാണ്. എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് അഷ്റഫ്. അപ്പം അതും ഒരു ഭരണാധികാരികളെ കൊണ്ടുക അങ്ങനെ ഒരു തലതിരിഞ്ഞ ലോകം എന്ന് പറയുന്നത് അങ്ങനെ കവിത അങ്ങനെ പൊളിറ്റിക്സ് അവിടെ അങ്ങനെ കടക്കണം ചെയ്യുന്നത്. പിന്നെ കടൽ, രാജീവ് കൃഷ്ണ, കരയിലേക്ക് വന്ന് തഴുകുന്ന തിരയിൽ കടൽ അതിൻ്റെ മുഴുവൻ പ്രണയവും ഒളിപ്പിച്ചിരിക്കുന്നു. കാൽവിരലിൽ നനയ്ക്കുന്ന ഓരോ തുള്ളിയും ഉപ്പിൻ്റെ ഉറവ്. അങ്ങനെ പറയുന്നവരെ അങ്ങനെ ഈ കവിത അങ്ങനെ നീണ്ടുപോകുന്നു. കടപ്പുറത്ത് വരുമ്പോൾ നമ്മൾ പി ഭാസ്കര മാഷൊക്കെ ഓർക്കും, ഒരു പാട്ടൊക്കെ ഓർക്കും. ഇവിടെ ഈ സദസ്സ് ഒരുപാട് സംഗീതത്തിലുണ്ട് അല്ലേ, പാട്ടുകാരൻ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കവികളും പാട്ടുകാരും അടങ്ങിയുള്ള സദസ്സുണ്ട്. അപ്പം നമ്മൾ പി ഭാസ്കര മാഷ് അറബി കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പായിലിരുന്ന്
പകിടിയുരുട്ടി കളിയല്ലോ എന്ന് പറയുമ്പോൾ നമ്മളിത് ആ പകിടി കാണല്ല ചിത്രം കടപ്പുറത്ത് വരുന്ന ചിത്രം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ ഞങ്ങൾ ബി ഭാസ്കരനോട് സ്നേഹം. ബി ഭാസ്കരൻ്റെ ഒക്കെ വായിച്ചിട്ടാണ്, പാട്ട് കേട്ടിട്ടാണ് എനിക്ക് ഒരു വൃത്താറുണ്ടായത്. ആ ഭാസ്കരൻ മാഷ് താളം എന്ന് പറയുക പ്രാസഭംഗി എന്ന് പറയുന്നത് കൃത്രിമല്ല, അത് അറിയാതെ വരുന്നതാണ്. പ്രാസം ഉപയോഗിക്കുമ്പോൾ ഏതോ പദം എടുക്കരുത്, നമ്മൾ അറിയുന്ന പദങ്ങൾ കൂടി ചേരുമ്പോൾ അത് ആദ്യാക്ഷരപ്രാസമാവാം, അത് നമ്മൾ വരും. അതാണ് നമ്മൾ ഓരോ കവിത വരുമ്പോഴും അറിയാതെ വരുന്നതാണ്, അതായത് നിർബന്ധം ഉണ്ടാക്കുന്നതല്ല. അതാണ് ഭാസ്കരൻ മാഷ ഗുണം. അങ്ങനത്തെ ഒരുപാട് കവിതകളുണ്ട്. കടൽ അത് വന്നില്ലേ തിരകളിൽ. പിന്നെ പറഞ്ഞത് നനഞ്ഞു പോയവരുടെ പുഴയും ഒരു പ്രണയം തന്നെയാണ്. പുഴ ഒഴുകുമ്പോൾ ഈ ഭാസ്കരൻ മാഷ കവിതയുടെ പേരാണ് പുഴ അല്ലേ. അപ്പോൾ അത് ആ പുഴ എന്ന് പറയുന്നത് മനസ്സിലുള്ള ഒരു നമ്മുടെ കായലോരകത്ത് എറിയും പ്രണയമാണ് അവർ വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവിത വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകൾ പോകുന്നു. ഈ കവിത മാത്രമല്ല, ഈ വേറെ കവിതയിലേക്ക് പടർന്നു പോകുന്നു, പാട്ടിലേക്ക് പോകുന്നു. ചന്ദ്രശേഖരൻ വേണ്ടി ഒരു പാട്ട് എഴുതുന്നു. എങ്ങനെയാണ് പാട്ട്? നാടൻ പാട്ടിൽ കൂടെ ജീവിച്ച ആളാണ്. അങ്ങനെയാണ് നിന്നെ കാണാൻ ആ പാട്ട് വന്നതും. അതുപോലെ ഏനുണ്ടോടി ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം എന്ന് പറഞ്ഞ ഭാവനയുണ്ടല്ലോ, താമരച്ചന്തം. ഇതൊക്കെ ഒരു കവിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കവികളോ ഇരിക്കുന്ന ഒരു സദസ്സാണിത്, ഈ വേദിയാണ് അല്ലേ. നാടൻപാട്ട് ദിനമാഷി എഴുതിയിട്ടുണ്ട് കുരുത്തോട്ടക്കിളി. നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ്, പക്ഷെ ദിനമാഷി എഴുതിയെന്ന് പറയുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലായിരിക്കാം കുരുത്തോട്ടക്കിളി. അതുകൊണ്ടേ അത് അങ്ങനെ ഇപ്പോൾ മറ്റൊരു ഞാൻ ആ പാട്ടില്ല എന്ന് പാടി മോയി കുറിച്ചിറങ്ങിട്ട് അങ്ങനെ കൈവിട്ട് പോല കൊണ്ടു ഞാൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി, അതിലെൻ്റെ ഹൃദയം ഞാൻ ഒഴിച്ചു, അതിനൊന്നും ഇടിക്കുവാൻ. ഈ കവിതയാണ് മനസ്സിലെ പാടിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ നമ്മൾ കവിത വരുന്നത് ഇങ്ങനെ നിർബന്ധമായിട്ട് എഴുതാൻ പറ്റില്ല. ഇത് അറിയാതെ വരുന്ന വരികളും അറിയാതെ വന്ന് ഈണം, എനിക്ക് വന്ന ഈണം തന്നെയാണ്. അത് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, അറിയാതെ വന്നിട്ടുള്ള ഈണം വന്നപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടായത്. അതങ്ങായിട്ട് അതാണ് നമ്മുടെ ഒരു ചില അനുഭവങ്ങൾ പറയുമ്പോൾ അത് പാടി നമുക്കത് ആൾക്കാർ പാടി നടക്കുമ്പോൾ കേരളം മുഴുവൻ പാടി. അപ്പോൾ അത് ഓരോരുത്തർ അന്വേഷിച്ച് വരുമ്പോഴേ, അപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരി മീര ടീച്ചർ പറയും, ഞാൻ കേൾക്കണ്ടേ കേട്ടും മടുത്തെന്ന് പറയാം, ഇത് ദിവസം കേൾക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അയ്യോ കുരുത്തലക്കിടിയാണോ. അപ്പോൾ അത് അങ്ങനെ ഒരു മടുപ്പായിട്ടല്ല, അത് സ്നേഹനോട് അതിന് അനുഭവം പറഞ്ഞ സ്വന്തം അനുഭവം പറഞ്ഞത് വെറുതെ പറഞ്ഞാൽ കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് നിറഞ്ഞു പോകുന്ന പുഴ കിടന്നു. എൻ്റെ നഷ്ടപ്രണയം ഈ കുരുത്തോലക്കിളി ഒരുപാട് ആൾക്കാർ പ്രായമുള്ള ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് പാടുന്നത്. എന്തൊക്കെ ഇത് എൻ്റെ നഷ്ടപ്രണയമാണെന്ന് പറയും. പിന്നെ ഞാൻ എഴുതി അങ്ങനെയല്ല, ഞാൻ എഴുതിയ എല്ലാവരും വായിച്ചത് അല്ലേ. അത് സംശയം അഞ്ചാണത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇത് മാഷ പ്രണയമാണ്. ഞാൻ അല്ലാന്ന് പറഞ്ഞതാണെന്നും പറയില്ല, കാരണം അത് ആണെന്ന് പറഞ്ഞാൽ അതാണ് ഇത് അങ്ങനെ ആയിക്കോട്ടെ അല്ലേ, നമുക്കെന്താ കുറ്റമില്ല. അപ്പോൾ ഓരോരുത്തർ പണയായിട്ട് മാറി. അത് നഷ്ടപ്രണയങ്ങളിലുണ്ട്. പിന്നെ മഴ എന്ന് പറയുന്നത് എന്നും പഴയങ്ങളില്ലേ, മഴ പെയ്യുകയാണ്. നമുക്ക് മഴ എല്ലാവർക്കും നൊസ്റ്റാൾജിയാണ്. മഴയെപ്പറ്റി എഴുതാത്ത ഒരു കവി ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനും എഴുതിയിട്ട് ഒരു മഴ പാട്ട് കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. മഴപ്പാട്ടൊക്കെ വേറെ വീഡിയോ ഒക്കെ ആയിട്ടുണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കൊച്ചു വീട് എന്ന് പറയുന്ന റാനിയ മറിയും ഇവിടെ ഉണ്ടാവില്ല അല്ലേ, കൊച്ചു കുട്ടികളാണ് ഉണ്ടാവും അല്ലേ, ആയിക്കോട്ടെ. അപ്പം അതാണ് അത് കുട്ടികൾ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ എഴുതുന്നുള്ളൂ, വലിയവർ എഴുതുന്നതല്ല. കുട്ടികൾ നമ്മൾ അറിയേണ്ടത് കുട്ടികളെയാണ്. കുട്ടികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കുറേ കവിത പഠിപ്പിക്കും. പിന്നെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കുമാരനാശാൻ്റെ ഒക്കെ ചൊല്ലുമ്പോഴേ ഇതൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയും അല്ലേ. അവർക്ക് അവരുടെ തന്നെ ഭാഷയുണ്ട്. നമ്മുടെ ഭാഷയല്ല അവിടെ ന്യൂജൻ, അതായത് ജൻസികളും
അതിനപ്പുറത്തുനിന്ന് വേറെ ആൾഫുണ്ട് ജെൻസ് ആൾഫയുടെ അകത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ കവിതയുടെ വാക്ക് വരണം അല്ലേ. ഇപ്പം എൻ്റെ കൊച്ചു വീട്ടിൽ പറയുന്നത് എനിക്കൊരു വീടുണ്ട്, കുഞ്ഞ വീട്. അവളുടെ ആ കുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുട്ടിയുടെ മനസ്സിൽ ഒരു കുഞ്ഞു വീടുണ്ട്. അവിടെ ഉപ്പച്ചിയും ഉമ്മച്ചിയും അവിടെ ലോകമാണ് അല്ലേ ഉപ്പച്ചി. അപ്പം അവരുടെ ലോകത്തെക്കുറിച്ച് പിന്നെ കാറ്റുണ്ട് പൂക്കൾ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു പടർന്ന് പോകുന്ന കാര്യമാണ്. പിന്നെ ആ നോനെഴുതിയിട്ടുള്ള നീ മാത്രം, അവിടെയും ഈ പ്രണയമാണ്. നീ എൻ്റേതൊന്ന് മാത്രം നനച്ചെന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്താ പറയുക സ്വകാര്യത അല്ലെങ്കിൽ എനിക്കൊരു അവകാശമുണ്ട്. നിന്നിൽ ഞാൻ പ്രണയിച്ച പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി എനിക്ക് അവകാശം ഉണ്ടായിരിക്കാം. നിങ്ങൾ മാത്രം എനിക്കൊരല്പം എന്നൊരു റീഫ റഹ്മാൻ്റെ ഉണ്ട്. എല്ലാം പറയാൻ പറ്റുന്ന കാര്യം 50 പേര് പറയുമ്പോഴേ നേരത്തെ വെടിക്കെട്ട് പൊട്ടൊരു പൊട്ടി വരും പൊട്ടിച്ചിട്ട് ഇതുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ണുരുട്ട്. അപ്പം ഈ കണ്ണുരുട്ട് നോക്കല്ലേ. അപ്പം ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണുരുട്ടും അല്ലേ. കണ്ണുരുട്ട് നോക്കല്ലേ, ഞാൻ പേടിച്ചു പോകുന്നു. എനിക്കത് പേടിച്ചു പോകുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ചിന്തകൾ വന്ന് കവിതയായിട്ട് വിടരുകയാണ്. ഇവിടെ ഇരിക്കുന്ന മിക്ക കവികളും എൻ്റെ നാട്ടുകാരും എൻ്റെ കൂട്ടുകാരാണ്. അതുകൊണ്ട് ഞാൻ ആരെക്കുറിച്ച് പുകഴ്ത്താൻ പാടില്ല. പുകഴ്ത്തണ്ടാവുക അവർ ഉപദേശിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത് എല്ലാവരും നോക്കുമ്പോൾ കവിതകളൊക്കെ പേര് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്. ആരും എടുത്ത് അറിയണമെന്നില്ല. ഇവിടെ ഈ ഇതെന്താണ് ഈ വേദി ഒഴിവെടുക്കുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുന്നവരും ശിലിൻ പോയാരൊക്കെ വിഷമാവും. പ്രിയങ്ക പോലത്തരൊക്കെ എന്താ പറയുക വിഷമമുണ്ട്. അപ്പം ഞാൻ ലേഖലിട്ടിട്ട് പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഇനി ഞാൻ എല്ലാത്തും കുറേ എണ്ണുണ്ട്. അതുകൊണ്ട് 50 കവിത എടുക്കുന്നില്ല, ഒക്കെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ സ്വകാര്യമായിട്ട് ഞാൻ എല്ലാവരെയും ഫോണിൽ കൂടെ പറയാം പോരെ. കാരണം ഇതിപ്പോൾ ഇപ്പൊ തന്നെ നോക്കി തുടങ്ങി സമയമുണ്ട്. അപ്പം അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കതിന് പേടിയുണ്ട്, കാരണം പോലീസ് ഓഫീസറാണ്. അതുകൊണ്ട് സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു വരവ് വരും. അതുകൊണ്ട് ഞാൻ ഓടുന്നു. അതുകൊണ്ട് അത് ഓടുന്നുണ്ട്. ഇത് ഭംഗി ഈ പുസ്തകത്തിൽ ഞാനിത് പരിചയപ്പെടുത്തായിട്ട് അറിയിക്കുകയാണ്. ആരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എല്ലാവരും സ്വകാര്യമായിട്ട് പറഞ്ഞുകൊള്ളാം. ഓക്കെ, നന്ദി. എന്നല്ല, ഈ പുസ്തകത്തിന് അവതാരികയായിട്ടുള്ളത് കവി വിജയൻ മാഷ് തന്നെയാണ് കേട്ടോ. പുസ്തകം എല്ലാവരും വാങ്ങിച്ചു വായിക്കണം. ഇവിടെ വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ട്. 100 രൂപയാണ് അതിന്റെ വില. അപ്പൊ നിങ്ങൾ കഴിയാവുന്ന 100 രൂപ മുടക്കി അത് വില കൊടുത്തിട്ട് വാങ്ങിച്ച് വായിക്കണം. അത്